നവരാത്രി ആഘോഷങ്ങളിൽ കണ്ണിന് വിരുന്നേകുന്ന കാഴ്ചയാണ് ബൊമ്മക്കൊലുകൾ. പ്രത്യേകം തയ്യാറാക്കിയ പലകകളിലാണ് ദേവീദേവന്മാരുടെ രൂപങ്ങൾ അണിനിരത്തുന്നത്. തിരുവനന്തപുരം കൈമനത്തെ ഒരു വീട്ടിൽ തയ്യാറാക്കിയ ബൊമ്മക്കൊലുവിൻ്റെ വിശേഷങ്ങൾ കണ്ടുവരാം. മഹിഷാസുര നിഗ്രഹത്തിന്റെ ഐതിഹ്യം പറയുന്നതാണ് ബൊമ്മക്കൊലുകൾ. മഹിഷാസുരന്റെ ക്രൂരതകൾ വർദ്ധിച്ചതോടെ ദേവന്മാർ ദുർഗാദേവിയെ ആരാധിക്കുകയും ദേവി മഹിഷാസുരനെ വധിക്കുകയും ചെയ്തു. മഹിഷാസുര നിഗ്രഹത്തിന് ശേഷവും കോപം അടങ്ങാത്ത ദേവിയെ സഹസ്രനാമ ജപം കൊണ്ട് ശാന്തമാക്കാൻ ശ്രമിക്കുന്നതാണ് നവരാത്രിയുടെ തുടക്കമെന്നാണ് വിശ്വാസം. മഹിഷാസുരന്മാരും ഇങ്ങനെ കുറേ അസുരന്മാർ ഉണ്ടായിരുന്നു, ദേവന്മാരെ ഉപദ്രവിക്കുകയും മറ്റും ചെയ്യുന്നത്. അപ്പം ദേവന്മാരെ കൊണ്ടൊന്നും അത് അവരുമായിട്ട് യുദ്ധത്തിന് പോരാടിയും ഒന്നും ജയിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവരെല്ലാവരും കൂടെ ഒന്ന് തീരുമാനിച്ചു, നമുക്ക് ദേവിയെ ആരാധിക്കാം, എങ്ങനെയെങ്കിലും ദേവി വരികയാണെങ്കിൽ നമ്മുടെ കഷ്ടങ്ങളെല്ലാം തീരും എന്നും പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ തപസ്സനുഷ്ഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ദേവി പ്രത്യക്ഷപ്പെട്ടത്. ഒരു ഹോമകുണ്ഡത്തിൽ നിന്നും ഒരു ജ്വാലയുണ്ടായി, അതിൽ നിന്നും ദേവി വന്നു. അങ്ങനെ ദേവി വന്ന ശേഷമാണ് മഹിഷാസുരൻ എന്ന് പറയുന്ന അസുരനെ വധിക്കുന്നത്. നവരാത്രിയിലെ ആദ്യ 3 ദിവസങ്ങളിൽ ദുർഗയായാണ് ദേവിയെ കാണുന്നത്. ഈ സമയം മഹിഷാസുരമർദിനി ലളിതാ സഹസ്രനാമങ്ങളാണ് ചൊല്ലുന്നത്. പ്രാർത്ഥനയിൽ പ്രസീതയാകുന്ന ദുർഗ പിന്നെ ലക്ഷ്മി ദേവിയായി അനുഗ്രഹം ചൊരിയുന്നു. വീണ്ടും സരസ്വതിയായും ദേവി അവതരിക്കുന്നു. അങ്ങനെ ദേവി ആദ്യത്തെ 3 ദിവസം, അങ്ങനെയാണ് ഈ നവരാത്രി എന്നും പറഞ്ഞിട്ട് തുടങ്ങുന്നത്. അങ്ങനെ ദേവി, അതായത് പാർവതിയുടെ പല രൂപങ്ങളിലാണ് ഓരോ ദിവസം ഓരോ രീതിയിൽ അവതാരം എടുക്കുന്നത്. അതിൽ ഞാൻ ചുരുക്കി പറയുവാണെങ്കിൽ ആദ്യത്തെ 3 ദിവസം ദുർഗയായിട്ട് വരുന്നുണ്ട്. അപ്പം ദുർഗാരൂപിണി വന്ന് അപ്പോഴാണ് നമ്മൾ ഈ മഹിഷാസുരമർദിനി ചൊല്ലുന്നത്, ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത്. അപ്പം ദേവിയെ പ്രീതിപ്പെടുത്തുമ്പോഴത്തേക്കും ദേവി സന്തോഷവതിയാകുന്നു. അങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നിട്ട് ലക്ഷ്മിയുടെ രൂപം എടുക്കുന്നു. അതായത് എല്ലാവർക്കും ഐശ്വര്യങ്ങളും ദാനധർമ്മങ്ങളും, അതായത് സമ്പത്തും എല്ലാം തരാൻ വേണ്ടി. അങ്ങനെ ലക്ഷ്മിയായിട്ട് അടുത്ത 3 ദിവസം നിൽക്കുന്നു. അപ്പോൾ സമ്പത്തും ഇതും ഒക്കെ ആണെങ്കിൽ ഇതെങ്ങനെയാണ് ചിലവാക്കേണ്ടതെന്ന് പറഞ്ഞ് മനുഷ്യന്മാർക്ക് ബുദ്ധി വേണ്ടേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സരസ്വതിയുടെ രൂപത്തിൽ 3 ദിവസം സരസ്വതിയായിട്ട് വരുന്നു. അങ്ങനെ 9 ദിവസം നമ്മൾ നവരാത്രി ആഘോഷിക്കുന്നു. സർവ്വവിഘ്നങ്ങളും തീർക്കുന്ന ഗണപതിയിൽ നിന്നാണ് ബൊമ്മക്കൊലുകൾ തുടങ്ങുന്നത്. സരസ്വതി, ലക്ഷ്മി, മഹാവിഷ്ണു തുടങ്ങി എല്ലാ ദേവീദേവന്മാരുടെ രൂപങ്ങൾ വെക്കാം. ആദ്യം നമ്മൾ മഹാഗണപതിയാണ് തുടക്കം. എല്ലാത്തിനും വിഘ്നേശം പറ്റത്തില്ലല്ലോ. അത് കഴിഞ്ഞാൽ ഉടനെ സരസ്വതി നമ്മൾ വയ്ക്കുന്നുണ്ട്. ദേവിമാരെ ഇത് മൊത്തം വയ്ക്കും, സരസ്വതി, ദുർഗ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആളായി ആരാ, വിശ്വരൂപം എടുത്ത മഹാവിഷ്ണുവായി. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കലാബോധത്തിനനുസരിച്ച് നമുക്ക് വയ്ക്കാം. ഉത്തരേന്ത്യയിൽ 35 വർഷമായി ബൊമ്മക്കൊലുകൾ ഒരുക്കി നവരാത്രി ആഘോഷിക്കുന്ന ഈ കുടുംബം കേരളത്തിലും 5 വർഷമായി ആ പതിവ് തുടരുകയാണ്. ഇന്ന് കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒത്തുചേരലിന് കൂടിയാണ് നവരാത്രി ആഘോഷം വേദിയാകുന്നത്. ഞങ്ങൾ ഈ വീട്ടിലിപ്പോൾ ഏതാണ്ട് ഒരു 5 കൊല്ലം ഇങ്ങനെ ഒരുക്കുന്നുണ്ട്. 2022 ഞങ്ങൾ ഇവിടെ തുടങ്ങിയത്, ഈ വീട്ടിൽ തുടങ്ങിയത്. അതല്ലാതെ തന്നെ ഞങ്ങൾ ഇതിന് മുമ്പേ ഞങ്ങൾ നോർത്തിലൊക്കെ ഉണ്ടായിരുന്നു, ഗുജറാത്തിലൊക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ അങ്ങനെ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 35 കൊല്ലമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ സ്ഥലത്തും തന്നെ ഇതുപോലെ എല്ലാവരെയും ക്ഷണിക്കുകയും എല്ലാവരും വന്ന് ഞങ്ങളെ അനുമോദിക്കുകയും ഞങ്ങളുടെ കൂടെ തന്നെ സഹകരിക്കുകയും വളരെ ഗംഭീരമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ വടക്കേന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവർക്കിതൊരു പുതിയ അനുഭവമായിരുന്നു. കാരണം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവമില്ല. ഇത് നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമേ ഉള്ളൂ, ആന്ധ്രാപ്രദേശിലും ഒക്കെ ഉണ്ട്. തമിഴ്നാട്ടിലോട്ട് കൂടുതലും പിന്നെ കേരളത്തിലുണ്ട്. പക്ഷെ അവിടെ ഉള്ളവർക്കൊക്കെ അത് ഭയങ്കര ഒരു എന്താ പറഞ്ഞാൽ എക്സൈറ്റിംഗ് ഇവൻ്റ് ആയിരുന്നു. സോ ഡെഫിനറ്റ്ലി അത് ഞങ്ങൾക്കൊരു പ്രചോദനം നൽകി. അങ്ങനെ ഞങ്ങളുടെ മോട്ടിവേഷന് അതായിരുന്നു കാരണം. അങ്ങനെ എല്ലാ കൊല്ലവും ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനനുസരിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ട്
ന്യൂസ് ഡെസ്ക് ജനം.